+1 AFSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു +1 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കുറച്ചും കൂടി എളുപ്പമായിട്ട് വന്നത്. കാരണം എല്ലാ തവണ നോർമലി തിരിച്ചേ വരാറ്. 8 മാർക്കിന് ഒരു ഫൈനൽ അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ 8 മാർക്കിന് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കും പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് 16 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. പിന്നെ 5 മാർക്കും ചോദിച്ചതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഐറ്റംസ്, അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്, പാസ്ബുക്കിലും ബാങ്ക് ബുക്കിലും വരുന്ന ചേഞ്ചസിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി, എല്ലാം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ. ഡിപ്രിസിയേഷൻ ജസ്റ്റ് ഒരു അസറ്റ് മാത്രം വാങ്ങിക്കുന്നു, വേറെ ഒന്നുമില്ല. അതും മെഷീനറി അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസസ് പെർ ക്യാഷ് ബുക്ക് ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻ. റൂൾ ഡെബിറ്റ് ക്രെഡിറ്റ്, അതായത് ട്രയൽ ബാലൻസ് നേരിട്ട് ചോദിക്കാതെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂളായിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 4 മാർക്കിന് ജേർണലൈസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റുകൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്. ദെൻ ഓരോ ഐറ്റംസ്, പ്രൊവിഷൻ, ഇൻകം റിസീവ്ഡ്, അഡ്വാൻസ്, ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെ കാണിക്കും ചോദിച്ചിട്ടുണ്ട്.